ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റിബൺ വടയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നൈസായിട്ടുള്ള പൊടി എടുക്കുക. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനും അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുക്കേണ്ടത്. രണ്ടും ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക. 1 കപ്പ് കടലമാവ് 1 കപ്പ് അരിപ്പൊടി എന്ന അളവിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് എരിവിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ല, പക്ഷേ നല്ലൊരു കളർ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കാശ്മീരി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി. നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കായം പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർലിക് എപ്പോഴും പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പീസ് ഇല്ലാതെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചുറ്റിയെടുക്കുമ്പോൾ ആ ഒരു അച്ചിൽ കുടുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം നിങ്ങളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഈ ഒരു കപ്പിലാണ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കപ്പിൽ 3/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതതുപോലെ ഉള്ളിലിങ്ങനെ കുഴിഞ്ഞു പോകണം. നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കുഴക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനെന്താ ഈ ഒരു ടൈപ്പ് ചില്ലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാർ ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 2 ടൈപ്പിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അതിനനുസരിച്ച് എടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലൊന്ന് കോരിയെടുത്തതിന് ശേഷം ഒരു വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് തൊലിയോട് കൂടെ ജസ്റ്റ് ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ ഈ ഉള്ളിയുടെ ഒരു ഫ്ലേവർ ഈ ഒരു ഓയിലിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഓയിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കിയതിന് ശേഷം നമുക്കിതിൽ ചുറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ മാറും. അപ്പോൾ ഫ്ലെയിം നല്ല കുറച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ചുറ്റി കൊടുത്താൽ മതി. നമ്മളിത് ചുറ്റിച്ചെടുക്കുമ്പോൾ കൈമേൽക്ക് ആവി എടുക്കാതെ നോക്കണം. നല്ല എണ്ണ ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൈമേൽക്ക് ആവി കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് വേണം ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു ഇത്തിരിയും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് കൂട്ടിയതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവാനേ പാടുള്ളൂ. അതൊന്ന് ചേഞ്ച് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ മറ്റേ ഭാഗം കൂടെ ഒന്ന് മുരിപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്നാവും, അധികം ടൈമൊന്നും വേണ്ടത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. നല്ല തിന്നായിട്ടുള്ള ഒരു ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ 2 ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അതായത് ഈ പോലത്തെ കളറായിരിക്കണം, ലൈറ്റായിട്ടുള്ള കളറ് മതി. ഇത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്കാവും. അതുപോലെ തന്നെ നല്ല ക്രിസ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റർ കണ്ടെയ്നറിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാറിൻ്റെ ആ ഒരു അച്ചിലും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം മുറുക്കിൻ്റെ ഷേപ്പിൽ. ഇത് നമ്മൾ സാധാ ഷോപ്പിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മുറുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്താൽ മതി. 2 ഭാഗം നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഭാഗം ഒന്ന് മുരിപ്പിച്ചെടുക്കുക.
ഇപ്പോൾ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്നും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ അതിലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്